ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് കണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F05 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.7 HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M14 4G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും നോക്കാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 9200 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് സാംസങ്ങിന്റെ 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. സാംസങ് F06 5G, M06 5G എന്നീ ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. രണ്ടിലും 6.7 HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. 9200 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ സാംസങ് M16 5G, F16 5G എന്നീ ഫോണുകൾ 11500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണുകളിൽ 6.7 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പ്രോസസറും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 13 മെഗാ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 11500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകളും കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 14200 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈൻ ലഭിക്കുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 13 മെഗാ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 14200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ സാംസങ് F55 5G എന്ന സ്മാർട്ട് ഫോൺ 16600 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഫ്രണ്ടിൽ 50 മെഗാ സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 30000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഒരു ഓപ്ഷൻ വരുന്നത്. 30000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 FE എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.4 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിന്റെ 2200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+12 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 10 മെഗാ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 4500 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും 10 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 40000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ 6.1 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+12 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3900 mAh ബാറ്ററി വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം, ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 40000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 54800 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S24 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.2 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിന്റെ 2400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. 54800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഇതല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ S24 Plus എന്ന സ്മാർട്ട് ഫോൺ 57,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്.
അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4900 mAh ബാറ്ററി വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 57,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് S24 ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 63,800 രൂപ പ്രൈസ് റേഞ്ചിൽ S25 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ്. അപ്പം അതിൽ ബേസിൽ വരുന്ന ഫോണാണ് S25. അപ്പം ഇതിൽ 6.2 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെ വരുന്നുണ്ട്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 63,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ S25 Plus എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള 6.7 ഇഞ്ചിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 4900 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് S25 ഇതുപോലെ തന്നെയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ടോപ്പിൽ വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ S25 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.9 ഇഞ്ചിന്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വരുന്നുണ്ട്. 200+10+50+50 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 1,30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഫ്ലിപ്പ് ഫോണും ഫോൾഡ് ഫോണും വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്പ് ഫോണുകളുടെ കാര്യത്തിൽ 59,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 5 എന്ന ഫ്ലിപ്പ് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ 3.4 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ പുറത്ത് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസറാണ് വരുന്നത്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3700 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 59,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ Z Flip 6 എന്ന ഫോൾഡബിൾ ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ വരുന്നുണ്ട്. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ വലിയ ഫോൾഡ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 96,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് സാംസങ് Z Fold 5 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇതിൽ 7.6 ഇഞ്ചിന്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.2 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസറാണ് വരുന്നത്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഒരു ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4400 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 96,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയത് വേണമെന്നുണ്ടെങ്കിൽ സാംസങ് Z Fold 6 എന്ന ഫോൾഡബിൾ ഫോൺ 1,50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം വില അത്യാവശ്യം കൂടുന്നുണ്ട്. ഇപ്പം ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള ഡിസ്പ്ലേയുടെ സൈസ് 6.3 ഇഞ്ച് ആവുന്നുണ്ട്. ബാക്കി സിമിലർ ഫീച്ചേഴ്സ് ആണ്. അപ്പം 1,50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ Z Fold 5 തന്നെ കൺസിഡർ ചെയ്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.